ഹായ് ഗുഡ് മോർണിംഗ്. ഇതൊരു ക്ലൗഡി മോർണിംഗ് ആണ്. ഇപ്പോൾ കുറച്ച് മഴയുണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക്, അപ്പോൾ അതുകൊണ്ട് ക്ലൗഡി മോർണിംഗ് ആണ് കേട്ടോ. സി ആം, വളരെ ക്ലൗഡിയാണ് ആക്ച്വലി. നല്ല രസമുണ്ട് പക്ഷെ ഞങ്ങളുടെ ബാക്ക് വാട്ടേഴ്സ് കാണാനായിട്ട്. അപ്പോൾ എൻ്റെ വീടിൻ്റെ ബാക്ക് സൈഡിൽ, ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ബാക്ക് സൈഡിൽ ഒരു പരിചരണം ഇല്ലാണ്ട് മുളച്ചു വന്നിട്ടുള്ള ഒരു ഉം, മുളകിൻ്റെ ചെടിയാണ്. അത് സാധാരണ മുളക് തന്നെ, അത് എവിടെയോ അങ്ങനെ വിത്തൊക്കെ അവിടെയൊക്കെ വീണിട്ട് അങ്ങനെ മുളയ്ക്കില്ലേ, അങ്ങനെ മുളച്ചിട്ടുള്ള കേട്ടോ. മുളകിന് കുറച്ച് നല്ല വലിയ സൈസായിട്ടാണ്. എന്താ വെച്ചാൽ അതിങ്ങനെ ചുരുണ്ടും വളഞ്ഞൊക്കെ ഇരിക്കുന്നത്. ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നല്ലാണ്ട് വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാറില്ല. പക്ഷെ നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം ഞാൻ പറിച്ച് കഴിഞ്ഞ് കണ്ടോ, ഒരു ഷേപ്പ്ലെസ് എന്ന് വേണമെങ്കിൽ പറയാം. ഷേപ്പൊന്നുമില്ല, ഇങ്ങനെ വളഞ്ഞും തിരിഞ്ഞും ഒക്കെയാണ്. പിന്നെ സൈഡിൽ ഞാൻ നട്ടിട്ടുള്ളതിൻ്റെ സിറ്റുവേഷൻ നോക്കി, അത് ഇതിനേലും ഹെൽത്തിയാണ് തന്നെ മുളച്ചിട്ടുള്ളത്. ഇതൊക്കെ ഞാൻ ഹാർവെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ 2-3 പ്രാവശ്യം ഹാർവെസ്റ്റിംഗ് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ വളരെ മുരടിച്ചിട്ടുള്ളൊരു സിറ്റുവേഷനിൽ നിൽക്കുന്ന മുളകുകളാണ്. വീടിൻ്റെ സൈഡിലാട്ടോ, അത് സൈഡിൽ ഞാൻ നട്ടിട്ടുള്ളത്. പിന്നെ ഒരു പേർപ്പിൾ കളറുണ്ട്, അതിനകത്ത് കാണാമോ എന്ന് അറിഞ്ഞൂടാ. അതാ കാണുന്നുണ്ട്, ഒരു പേർപ്പിൾ കളർ മുളകുണ്ട്. അതും ഹാർവെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇനി ബാക്കി രണ്ടാമത് മുളച്ചു വരുന്നതാണ്. ഇതൊക്കെ ഇനിയിപ്പോൾ മാറ്റണം, എനിക്ക് റിപ്പോർട്ട് ചെയ്യണം ആക്ച്വലി. ഇതൊക്കെ കളഞ്ഞിട്ട് പുതിയ ചെടികൾ നടണം. പക്ഷെ അതിനെനിക്ക് ഇപ്പോൾ ടൈമില്ലാന്നൊന്നും പറയില്ല, ഇപ്പം മടിയാണ്. അതുകൊണ്ടാട്ടോ പല പല കാര്യങ്ങളിലേക്ക് ഇങ്ങനെ ഇൻഡൽജ് ചെയ്തിട്ട് ഇത് ചെയ്യണം ആക്ച്വലി. എന്നാൽ മാത്രമേ പുതിയത് ഉണ്ടാവുള്ളല്ലോ. അപ്പോൾ ആ പേർപ്പിൾ കളർ മുളക് മാത്രമേ ഇപ്പോൾ ഉള്ളൂ, ബാക്കിയെല്ലാം മുരടിച്ചിരിക്കുക. അപ്പോൾ അതൊക്കെ ഇനി പുതിയ പ്ലാന്റ്സ് നടണം. എൻ്റെ കയ്യിൽ കുറേ ഉണ്ട് സീഡുകളൊക്കെ, ഞാനത് ആക്ച്വലി വാങ്ങിച്ചിട്ടും കളക്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് വന്നിട്ട് ക്യാപ്സിക്കം കണ്ടു, ഇതും പക്ഷെ മുരടിച്ചു പോയി. പക്ഷെ ഇത് ഇതുവരെ ഒന്നുപോലും ഉണ്ടായിട്ടില്ല കേട്ടോ. പ്ലാന്റ് ആസെറ്റീസ് അങ്ങനെ മുരടിച്ചിരിക്കുക, അത് ശരിയാക്കി എടുക്കണം. എന്തെങ്കിലുമൊക്കെ മരുന്നൊക്കെ വാങ്ങിച്ച് സ്പ്രേ ചെയ്തൊക്കെ ചെയ്യണം. ഇത് വന്നിട്ട് സാധാരണ വൈറ്റ് കളർ മുളകാന്ന് തോന്നുന്നു. ഇത് ഞാൻ ഹാർവെസ്റ്റ് ഒക്കെ ചെയ്ത് നാശാക്കി വെച്ചേക്കണം. ഇതും കണ്ടോ ക്യാപ്സിക്കം മോശമായി. ഇത് കുമ്പളങ്ങിയാണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. അതങ്ങനെ ക്രീപ്പറായിട്ട് അങ്ങനെ സൈഡിൽ കൂടി പോകുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ പയറാണ്. ഇതൊക്കെ ഞാൻ കുറച്ചൊക്കെ എടുത്തു. ഇത് ആക്ച്വലി ഈ എന്താ പറയുക, നമ്മളിങ്ങനെ പടർത്തണമല്ലോ, എനിക്ക് അതിന് ഉള്ള ഒരു അറിവില്ല. മീൻസ് എനിക്ക് അറിഞ്ഞൂടാ അതെങ്ങനെയാണ് ചെയ്യേണ്ടത്. എങ്ങനെയൊക്കെ ഇപ്പോൾ എവിടേക്കെങ്കിലൊക്കെ വിടണം, ചെറിയ കമ്പൊക്കെ വെച്ച് ഇങ്ങനെയൊക്കെ ചെയ്തേക്കും. ഇതൊക്കെ ആക്ച്വലി ഒന്നുകൂടി സിസ്റ്റമാറ്റിക്കായി പ്ലാൻ ചെയ്യണം കേട്ടോ. ഇത് പനിക്കൂർക്കയുടെ കുറച്ച് ഒരൊറ്റ സ്റ്റെം നട്ടാൽ തന്നെ അത് നന്നായിട്ടുണ്ടാവും കേട്ടോ. ഇത് വന്നിട്ട് ചെറിയ ചെറിയ മുളക് ഞാൻ മുളപ്പിച്ചേക്കണയാണ് ഈ പുതിയ ചെടി നടാൻ, പുതിയ മുളക് നടാൻ. ഇത് വന്നിട്ട് അമരപ്പയറാന്ന് തോന്നുന്നു കേട്ടോ. അതിനകത്തൊന്നും ഉണ്ടായിട്ടില്ല. ഇത് വഴുതനങ്ങ, ഇതിനകത്ത് ഒരൊറ്റ വഴുതനങ്ങ ഉണ്ടായിട്ടില്ല. വെറുതെ ഞാൻ ആദ്യം വെട്ടിക്കളഞ്ഞതാണ്, പിന്നെയും അത് രണ്ടാമത് കിളിർത്ത് വന്നിട്ടുള്ളതാണ്. പിന്നെ ഇതും കുമ്പളങ്ങിയാന്ന് തോന്നുന്നത്. നമ്മളിതൊന്നും നട്ടേക്കണമല്ല കേട്ടോ. ഇതൊക്കെ നമ്മൾ വേസ്റ്റ്, ഐ മീൻ ഈ പച്ചക്കറി വേസ്റ്റൊക്കെ എൻ്റെ ഉള്ളിൽ അടിക്കൊണ്ട് ഇട്ടിട്ടൊക്കെ വളർന്നേക്കണേ. ഇതും കുമ്പളങ്ങിയാന്ന് തോന്നുന്നുണ്ട്. അത് തന്നെ, കുമ്പളങ്ങ തന്നെ കേട്ടോ. ഇത് വന്നിട്ട് നമ്മുടെ വഴുതനങ്ങ തന്നെ. ഈ വഴുതനയിൽ ഒന്നും ഉണ്ടായിട്ടില്ല, വെറുതെ ഇങ്ങനെ കുറച്ച് വാടി നിൽക്കുന്നുണ്ട് കേട്ടോ. ഇത് പയർ, ഇതും പയറാണ്. ഇതിൽ നിന്ന് കുറേ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ, ഒത്തിരി എടുത്തിട്ടുണ്ട്. ഇപ്പം മൂത്തു, ഇപ്പം ചെടി നന്നായിട്ട് മൂത്തു. എൻ്റെ ഡോഗാട്ടോ അത്, ഗോൾഡൻ റിട്രീവർ. ഇപ്പം അത് കുറേ കേട്ടില്ലേ. ഈ പയർ ആക്ച്വലി വന്നിട്ട് ഒരു 2-3 സെറ്റ്, ഒരു 2-3 കിലോക്ക് ഇതിൽ നിന്ന് എടുത്തിട്ടുണ്ട് ഞാൻ. ഇപ്പം അങ്ങനെ കാര്യമായിട്ടില്ല. ഇത് ഞാൻ കുറച്ച് മേളിൽ ആണ് കേട്ടോ വെച്ചിരിക്കുന്നത്, വീടിൻ്റെ സൈഡിലത്തെ. ഇതൊക്കെ ഇനിയിപ്പോൾ മാറ്റിയിട്ട് വേറെ എന്താ പറയുക, ചെറിയ തൈകൾ നട്ട് രണ്ടാമത് ഇതൊക്കെ എന്താ മണ്ണൊന്നും കൂടിയൊക്കെ ഒന്ന് മാന്യൂറൊക്കെ ഇട്ട് കൊടുത്തിട്ട് വേണം ചെയ്യാനായിട്ട്. മണ്ണൊന്നും കൂടി സെറ്റ് ചെയ്യാനുണ്ട്. കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ പെൻഡിങ്ങിലായിട്ട് കിടക്കുക. ഇതൊക്കെ ഇനി ചെയ്യാൻ കിടക്കണ്ടേ. പക്ഷെ ഇതൊക്കെ ഞാൻ ചെയ്യും നന്നായിട്ട്. പിന്നെ ഇത് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ട് സൈഡിലുള്ള പറമ്പിലത്തെ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ്, അവിടെ നിറച്ചിങ്ങനെ വൈൽഡ് ഫ്ലവേഴ്സ് ധാരാളം ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഡോഗിന് പുറത്ത് കിട്ടിയിട്ടേക്ക്, അതുകൊണ്ടാണ് അത് കിടന്ന് വല്ലാണ്ട് ബാർക്ക് ചെയ്യണം. ഇത് ഞങ്ങൾ ഹാർട്ട് ഓഫ് ദ സിറ്റിയിലാണ് താമസിക്കണമെങ്കിൽ ഇങ്ങനെ പറമ്പ്, ബാക്ക് വാട്ടേഴ്സ് ഒക്കെ ഉണ്ട്. ഭയങ്കര ഭംഗിയാണ് ആക്ച്വലി കാണാൻ. ഇത് ഒരു നമ്മുടെ സാധാരണ ഈ നമ്മുടെ പറമ്പിലൊക്കെ ഉണ്ടാവണ ഒരു ലൈറ്റ് പേർപ്പിൾ കളർ ഫ്ലവർ, അത്രേ ഉള്ളൂ. നിറച്ചുണ്ട്, നോക്കി നന്നായിട്ടുണ്ട്. ഇത് കാണാൻ തന്നെ എന്ത് രസമല്ലേ. കുറേ ഈ എന്താ പറയുക, പുല്ലിൻ്റെയൊക്കെ ഇടയ്ക്ക് വളർന്നിരിക്കുന്നതുകൊണ്ട് ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. ആക്ച്വലി ഇന്ന് ഞാൻ കൂടുതൽ വീഡിയോസ് എടുത്തേക്കണേ ഇത് നേച്ചറുമായി ബന്ധപ്പെട്ടാണ് കേട്ടോ. എന്താ വെച്ചാൽ കുക്കിംഗ് വീഡിയോ അങ്ങനെ ഞാൻ പറയാറുണ്ടല്ലോ, ഞാൻ ആക്ച്വലി ഭയങ്കര കുക്കും അല്ല, ഞാൻ വളരെ മിനിമൽ സാധനങ്ങൾ ഉണ്ടാക്കാറുള്ളൂ. അത് വലിയ കുഴപ്പമില്ലാണ്ട് ഉണ്ടാക്കും, അതും വലിയ കുഴപ്പമില്ലാണ്ട് അത്രേ ഉള്ളൂ. അല്ലാണ്ട് ബേക്കിങ്
ബാക്കി സൂപ്പ് ഉണ്ടാക്കുക അങ്ങനത്തെ ഒരു കാര്യം എനിക്ക് അത്ര അറിയില്ല. ചൈനീസും ഞാൻ കുറച്ചൊക്കെ ഉണ്ടാക്കുള്ളൂ. കൂടുതലും നമ്മുടെ നാടൻ പിന്നെ നോർത്ത് ഇന്ത്യൻ ഒന്നോ രണ്ടോ ഡിഷ് അത്രേ ഉള്ളൂ. ഇത് സെയിം ഫ്ലവർ ആട്ടോ. ആ പർപ്പിൾ കളർ ഫ്ലവർ തന്നെ അതിങ്ങനെ പടർന്ന് പല സ്ഥലങ്ങളിലേക്ക് വളർന്നുണ്ടായിരിക്കണേനെ. അത് നമ്മൾ ആക്ച്വലി എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി സിസ്റ്റമാറ്റിക് ആയിട്ട് ഇത് നട്ടിട്ട് ഇതിനെ ഭംഗിയാക്കി എടുക്കുക നമ്മുടെ വീടിൻ്റെ ലോണിലൊക്കെ തോന്നുന്നു. ഞാൻ അതിനൊന്നും ശ്രമിച്ചിട്ടില്ല. ഞങ്ങൾക്ക് വീടല്ലല്ലോ, അപ്പാർട്ട്മെൻ്റ് ആയതുകൊണ്ട് ഇപ്പോൾ നമുക്ക് അങ്ങനെയൊന്നും ചെയ്യാനുള്ളൊരു അവസരം ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. ഇനി എന്തെങ്കിലും വീടൊക്കെ വെക്കുമ്പോൾ ഇതൊക്കെ നല്ല ഇങ്ങനെ വൈൽഡ് ഫ്ലവേഴ്സിനെ കുറച്ചും കൂടി നല്ല ഭംഗിയായിട്ട് കട്ട് ചെയ്തൊക്കെ നിർത്തണം എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇത് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് കാട് പോലത്തെ സ്ഥലമാണ്. അവിടെ ഈ ചെമ്പരത്തി അങ്ങനത്തെ കുറച്ച് ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. സാധാരണ നമ്മുടെ ചെമ്പരത്തി ഇതെന്തുട്ടാണത്, ഇതൊക്കെ സാധാരണ കാട് പിടിച്ച് അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ വെജിറ്റബിൾസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ ചേന, ഇത് ചേമ്പായിരുന്ന കണ്ടുകൊണ്ടിരുന്നത്. പിന്നെ ഇപ്പോൾ എന്തോ ഇതൊക്കെ അങ്ങനെ കുറച്ചും കൂടിയൊക്കെ ഇത് ഇവിടെ ഫ്രണ്ടിൽ ആൾക്കാർ നിർത്തിയിട്ട് ചെയ്യിപ്പിക്കുന്ന എന്ന് തോന്നുന്നു. പിന്നെ പപ്പായയുടെ ഒത്തിരി മരങ്ങളുണ്ട് കേട്ടോ. ഒത്തിരി പപ്പായ മരങ്ങളുണ്ട്. ആക്ച്വലി എന്തുമാത്രം ഞാൻ പപ്പായ കറി വെച്ചിട്ടുണ്ടെന്നറിയോ. എനിക്ക് അങ്ങനത്തെ ഈ നാടൻ സാധനങ്ങൾ ചെറുപ്പത്തിൽ ഇഷ്ടമായിരുന്നില്ല, പക്ഷേ ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ നമ്മൾ മെച്യൂർഡ് ആവും തോറും നമുക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവുമല്ലോ. അപ്പോൾ നമ്മൾ അതൊക്കെ എടുത്ത് കഴിക്കാൻ ശ്രമിക്കാറുണ്ട്, കറിയൊക്കെ വെക്കാൻ. ഇത് കറി ലീവ്സിൻ്റെ ചെറിയ ചെറിയ പ്ലാന്റ്സ് ആട്ടോ. ഇവിടെ കുറച്ച് വൃത്തിയായിട്ടിരിക്കണ്ടേ. കുറേ പ്ലാന്റ്സ് ഉണ്ട്, നല്ല ട്രീ മാതിരി ഉണ്ട്. ഇത് ചെറിയ പ്ലാന്റ്, ഇത് നമ്മളങ്ങനെ ഇത് പറിച്ചെടുക്കില്ല. എന്താ വെച്ചാൽ ഇത് പറിച്ചാൽ പ്ലാന്റിന് ഭയങ്കര എഫക്റ്റ് ചെയ്യും, പിന്നെ പ്ലാന്റ് നന്നായിട്ട് വളരില്ല. ഇത് വന്നിട്ട് ഞാൻ എടുക്കുന്ന പപ്പായ ആയിരുന്നു. ഇപ്പോൾ ഇത് എടുത്തെടുത്ത് ഒരുമാതിരിയായി, നിറച്ചുണ്ടായിരുന്നു, നിറച്ച് പപ്പായൊക്കെ. ഇവിടെ ഞങ്ങൾക്ക് പൊതുവേ ഇങ്ങനത്തെ വെജിറ്റബിൾസൊക്കെ ഈ മേടിക്കാത്ത നമ്മുടെ പറമ്പിലുണ്ടാവുന്ന വെജിറ്റബിൾസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ കുറേ കാലം ഞാൻ ദുബായിലായിരുന്നുകൊണ്ട് ഇതൊന്നും അവിടെ അങ്ങനെ വരും സൂപ്പർ മാർക്കറ്റിലെങ്കിലും ഇങ്ങനെ ഭയങ്കര ഓർഗാനിക്കായിട്ട് നമുക്ക് പറിച്ചെടുക്കാൻ പറ്റാറില്ലല്ലോ, അതുകൊണ്ട്. അപ്പോൾ ഇത് ഒത്തിരി വാഴകളുണ്ട് കേട്ടോ ഞങ്ങളുടെ പറമ്പിൽ. വാഴകളുടെ പൂരാണ്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇലക്കെടുക്കാൻ ഒരു ദാരിദ്ര്യമില്ല. ഇഷ്ടം പോലെ വാഴകൾ, കറി ലീവ്സിൻ്റെ പ്ലാന്റ്. ഒരു പ്ലാവേ ഉള്ളൂ, പക്ഷേ അതിനകത്ത് നിറച്ച് ചക്കയുണ്ട്. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അത് മൂത്തിട്ട് പഴുത്തിട്ട് വീണ് പോയിക്കൊണ്ടിരിക്കുക. ഞാൻ അതുകൊണ്ടൊക്കെ ചക്കയുടെയൊക്കെ ഉണ്ടാക്കാറുണ്ട്. എൻ്റെ ലൈഫ് ടൈമിൽ വൺ ടൈം ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയതാണ്, പക്ഷേ അത് സക്സസ് ആയിരുന്നേ. ഞാൻ ഇട്ടിട്ടുണ്ട്, ഒരു ഷോർട്സിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് നല്ല ടേസ്റ്റി ആയിരുന്നു. ഞാൻ നെയ്യൊന്നും ഒഴിക്കാണ്ട് വളരെ രസമായിരുന്നു ആക്ച്വലി. ഫസ്റ്റ് അറ്റംപ്റ്റ് എപ്പോഴും എൻ്റെ വലിയ കുഴപ്പമുണ്ടാകാറില്ല. പിന്നെ അറ്റംപ്റ്റ് ചെയ്യുമ്പോഴാണ് മോശമാവുക. കണ്ടോ, നിറച്ച് വാഴകളുണ്ട്. വാഴകളുടെ ഒരു പൂരം തന്നെ. പിന്നെ ഈ നമ്മുടെ ചേനയുണ്ടല്ലോ, ചേന നിറച്ച് നട്ടിട്ടുണ്ട്. ഇത് നമ്മുടെ താഴെ ഉണ്ടായിരിക്കുന്ന ചക്കകളാട്ടോ. നിറച്ച് ചക്ക ഉണ്ടെന്ന് പറഞ്ഞാൽ കുറേയൊക്കെ കുറേയൊക്കെ വീണുപോയി, കുറേയൊക്കെ പഴുത്തിട്ട് വീണു, അങ്ങനെയൊക്കെ. പക്ഷേ നമുക്ക് യൂസ്ഫുൾ ആയിരുന്നു. ചെറിയ ചുളയായിരുന്നു അത് കേട്ടോ, പക്ഷെ നല്ല മധുരം ഉണ്ടായിരുന്നു. പിന്നെ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിലും നല്ലതല്ലേ നമ്മുടെ പറമ്പിൽ നിന്നൊക്കെ എടുക്കുക. അങ്ങനെ ഇത് പിന്നെ എന്തോ ചെറിയ മാവിൻ്റെ തൈകൾ, പിന്നെ സപ്പോർട്ടയുടെ തൈൻ്റെ ഇടയിൽ എവിടെയോ ഉണ്ട്. അതെനിക്ക് ശരിക്കും എടുത്തിട്ടില്ല ഞാനത്. പിന്നെ ഈ പറഞ്ഞ പോലെ വാഴയുടെ ഒരു പൂരം തന്നെയാണ് ഞങ്ങളുടെ പറമ്പിൽ. അത് നമുക്കൊരു വാഴയില മേടിക്കാൻ എവിടെയും പോകാൻ നിൽക്കണ്ട, അത്രയും വാഴയുണ്ട് ഇവിടെ. പിന്നെ ഒന്ന് രണ്ട് കോക്കനട്ടിൻ്റെ തെങ്ങൊക്കെ ഉണ്ട്. അധികം ഹൈറ്റൊന്നും ഇല്ലാത്ത തെങ്ങാട്ടോ. അപ്പോൾ ഈവൻ നമുക്ക് അത് എന്താ പറയുക, തെങ്ങ് കയറ്റക്കാരില്ലെങ്കിലും പറിക്കാൻ പറ്റും. ഇത് ഞാനൊരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ കുറച്ച് വെജിറ്റബിൾസൊക്കെ അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. ജസ്റ്റ് ഓയിൽ ഒഴിച്ചിട്ട് ഞാൻ ഗാർലിക് സോട്ട് ചെയ്തിട്ട് വെജിറ്റബിൾസൊക്കെ ഇട്ടു. ലൈക്ക് ക്യാരറ്റ്, സെലറി, സ്പ്രിംഗ് ഒനിയൻ, ഇതൊക്കെയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇച്ചിരി ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി ഒരു ഹാഫ് കുക്ക്ഡ് ആകുമ്പോഴേക്കും ഞാൻ എന്താ പറയുക, കുറച്ച് ചിക്കൻ ഞാൻ വെറുതെ വെള്ളത്തിൽ ഉപ്പും കുരുമുളകും ഇട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നൂഡിൽസാണ് കേട്ടോ, ഹക്ക നൂഡിൽസ്, അതും വേവിച്ച് വെച്ചിട്ടുണ്ട്. വേവിച്ചിട്ട് അപ്പോൾ ഈ ചിക്കനും ഹക്ക നൂഡിൽസും കുറച്ച് പെപ്പറും സോയ സോസും എല്ലാം കൂടി എടുക്കുക, അത്രയേ ഉള്ളൂ. വേറെ വേണമെങ്കിൽ നമുക്ക് ഇത്തിരി ചില്ലി സോസും കൂടി ഒഴിക്കാം കേട്ടോ, അത് അപ് ടു യു. എന്നിട്ട് ലാസ്റ്റ് കുറച്ചും കൂടി സ്പ്രിംഗ് ഒനിയൻ ഇട്ടാൽ കഴിഞ്ഞു. ടേസ്റ്റിയാണ്. അത് എണ്ണയെന്ന് ഒഴിച്ച് ഞാൻ കോംപ്ലിക്കേറ്റഡ് ആക്കാറില്ല കേട്ടോ. വേണമെങ്കിൽ നമുക്ക് മുട്ട സ്ക്രാമ്പിൾ ചെയ്തിട്ടിടാം. എനിക്ക് ആ മുട്ടയുടെ സ്മെല്ല് അത്ര ഇഷ്ടമില്ല. അപ്പോൾ അതുകൊണ്ട് കുട്ടികൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ടോ, ഞാനിതൊന്നും അങ്ങനെ കഴിക്കാറില്ല. അപ്പോൾ സ്കൂൾ വിട്ട് വരുമ്പോൾ കുട്ടിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ മോൻ ഗ്രേറ്റ് 10ലാണ്. പിന്നെ എൻ്റെ ലഞ്ചായിരുന്നു അന്നത്തെ. ചോറുണ്ട്. പിന്നെ ചോറിൻ്റെ കൂടെ ഇതാണ് കേട്ടോ, ജാക്ക് ഫ്രൂട്ടിൻ്റെ സീഡ് മെഴുക്ക് പുരട്ടി വയ്ക്കാനുള്ളത്. അപ്പോൾ ജാക്ക് ഫ്രൂട്ട് സീഡ് മെഴുക്ക് പുരട്ടി, ഒരു ഫിഷ് കറി. ഇത് പേൾ ഫിഷാണ്, കരിമീൻ. അതായിരുന്നു അന്നത്തെ ലഞ്ച്. താങ്ക് യു.